പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ സൈനികർക്ക് അടിയന്തരമായൊരു ഓപ്പറേഷൻ വടക്ക് ഭാഗത്ത് ലെബനാനിൽ നടത്താനുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ലെബനാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടക്കുന്ന എല്ലാ പാലങ്ങളും, ലിത്വാനി റിവർ അവിടെയുള്ള ഒരു പുഴയാണ്, ഈ ഭാഗത്തു നിന്ന് ലെബനാനിലൂടെ ഇസ്രയേലിലേക്ക് കടക്കുന്ന എല്ലാ പാലങ്ങളും തകർക്കണമെന്നായിരുന്നു ഈ ഉത്തരവ്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. വിജയം ഇറാനുമായി നേടിയെടുക്കാൻ കഴിയില്ല എന്ന 100% ഉറപ്പിലേക്ക് ഇസ്രയേൽ എത്തിയിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടം ഭയക്കുന്നത് ലെബനാൻ അതിക്രമിച്ച് ലെബനാനിലെ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് കയറി വരും എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 48 ഇസ്രയേലി സൈനികർക്കാണ് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. ഇത് ഇസ്രായേലിന്റെ തന്നെ വെല്ല എന്നറിയപ്പെടുന്ന പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ യുദ്ധത്തിന്റെ ഗതികളെല്ലാം മാറിയിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ അവരുടെ ആക്രമണങ്ങളെല്ലാം ഒരു പ്രത്യേക ഏരിയയിലേക്ക്, ഇസ്രായേലിന്റെ ഒരു പ്രത്യേകമായ ഭാഗത്തേക്ക്, അതായത് ലെബനാനോട് ചേർന്ന് നിൽക്കുന്ന വടക്ക് ഭാഗത്തേക്ക് അവരുടെ ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിസ്ബുള്ളയും അതുപോലെ ഇറാനും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേലിന് നേരെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ കരസേനയ്ക്ക് അകമ്പടിയായി വ്യോമസേന പ്രവർത്തിക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. അതായത് ഇസ്രയേലിലേക്ക് ലെബനാനിൽ നിന്നും ഹിസ്ബുള്ള കരമാർഗം ആക്രമണം നടത്തുന്നു. അതിന് സപ്പോർട്ട് എന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ മുകളിലൂടെ നടത്തുന്നു. അതുപോലെ ലെബനാനിലെ ഹിസ്ബുള്ളയും മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്രയേൽ ഭയപ്പെടുന്നത്. ഇസ്രയേലിലേക്ക് കരമാർഗം കടന്നു വരാനുള്ള അതിശക്തമായ നീക്കം ഇപ്പോൾ നടന്നു വരുന്നു എന്ന് ഇസ്രായേലിന്റെ നേതൃത്വം മനസ്സിലാക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ലിത്വാനി റിവറിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ പാലങ്ങളും ബോംബിട്ട് തകർക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾക്കൊക്കെ പരിശോധിച്ചാൽ അടിയന്തര ഉത്തരവായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേതൃത്വം സൈനികർക്ക് നൽകിയിരുന്നത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇറാന്റെ ഖാത്തമുൽ അംബിയ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള സൈനിക സ്പോക്സ്മാൻ ഇന്ന് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഇറാനിന് വേണ്ടി മാത്രമല്ല, ഫലസ്തീനിലുള്ള ദുരിതം അനുഭവിക്കുന്ന ഗസയിലെ ആളുകൾക്കും അവിടെ മരണപ്പെട്ടു പോയ ആളുകൾക്കും എല്ലാം വേണ്ടിയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന നാട് അത് ഫലസ്തീനികൾക്ക് നൽകുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനു വേണ്ടി കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതുവരെ അത്രയും വ്യക്തമായി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ മാപ്പ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ഇസ്രയേലിന്റെ വടക്ക് ഭാഗം ഇവിടെ നമ്മൾ കാണുന്നത് ലെബനാനാണ്. ഇതാണ് ഇസ്രയേലിന്റെയും ലെബനാനിന്റെയും അതിർത്തിയാണ് ഇവിടെ. ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാനും ആക്രമണം നടത്തുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ശക്തമായ ആക്രമണം നടത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ തവണ ഹിസ്ബുള്ളയും അതുപോലെ ഇസ്രയേലും യുദ്ധം നടക്കുന്ന സമയത്ത് ലിത്വാനി റിവർ, ഈ പുഴയ്ക്ക് അപ്പുറത്തേക്ക് ലെബനാനിലെ ഹിസ്ബുള്ള അവരുടെ നീക്കങ്ങളെല്ലാം മാറ്റണമെന്നായിരുന്നു അതിൽ ഒരു ഉപാധിയായി പറഞ്ഞിരുന്നത്. ലെബനാനിലെ ഗവൺമെന്റുമായി ഉണ്ടാക്കിയെടുത്ത ഒരു കരാറിൽ പറഞ്ഞത് ഈ രീതിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തിയും നിലനിൽക്കുന്നത് ഈ കാണുന്ന ഒരു ബ്ലൂ കളറിലുള്ള ഒരു ലൈൻ ഇവിടെ കാണാം. ഇതാണ് ലിത്വാനി റിവർ എന്നറിയപ്പെടുന്നത്. ഈ റിവറിന്റെ തൊട്ടടുത്ത അപ്പുറത്തുള്ള ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ സൈനിക ശക്തിയെല്ലാം ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേസമയത്ത് ഇവിടെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇപ്പോൾ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ ഭൂമിയുടെ താഴ്ഭാഗത്തുകൂടെ അവരുടെ ടണലുകൾ ഏതെല്ലാം ഭാഗത്തുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും ഈ റിവർ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ റിവറിന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളക്ക് കടന്നു കയറാൻ സാധിക്കരുത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ റിവറിന് മേലെയുള്ള എല്ലാ പാലങ്ങളും തകർക്കാൻ വേണ്ടി ഇസ്രയേൽ ഉത്തരവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ യുദ്ധത്തിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ പാലം തകർക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കണം? ഇസ്രയേലിന്റെ മുന്നിൽ വലിയ ആശങ്കയുണ്ട്. ഈ യുദ്ധത്തിലൂടെ ഇറാൻ സപ്പോർട്ട് ചെയ്ത് ലെബനാനിലെ ഹിസ്ബുള്ള അവിടെ കരമാർഗം കയറുമോ എന്ന ആശങ്കയുണ്ട്. ഒരു ഭാഗത്ത് അതിശക്തമായ മിസൈൽ ആക്രമണം നടക്കുന്നു. ഈ മിസൈലുകളെ തടുക്കാൻ പോലും കഴിയാതെ ആവുന്നു. അവരുടെ റഡാർ സംവിധാനങ്ങൾ പലതും പരാജയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുള്ള മിസൈൽ പോലും തടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്നിപ്പോൾ ഇസ്രയേലിന്റെ മുന്നിലുണ്ട്. മാത്രമല്ല ഇസ്രയേലിന്റെ
സൈനികരുടെ ബരാക്കുകൾ അവർ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഭാഗങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ളയും ഇറാനും ഇപ്പോൾ ആക്രമണം ഒരുമിച്ച് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്രയേലിന് മുന്നിൽ ചില ആശങ്കകൾ രൂപപ്പെടുന്നത്. വലിയ കാർമേഘങ്ങൾ ഇസ്രയേലിന് മുന്നിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഫലസ്തീൻ തിരിച്ചു പിടിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ ഇറാൻ നടത്തുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആയിരുന്നോ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഈ രൂപത്തിൽ ശക്തി പ്രാപിച്ചിരുന്നത് എന്ന പല ചോദ്യ ചിഹ്നങ്ങളും അവിടെ ഉയർന്നു വരികയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ഹിസ്ബുള്ള പരാജയപ്പെട്ടു, ഒന്നുമല്ലാതായി, അവരുടെ പൈജർ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം പൊട്ടിച്ചതോടുകൂടെ ഹിസ്ബുള്ള ഇല്ലാതായിരുന്നു എന്ന് കരുതിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ഈ ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇറാനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ ഇസ്രയേൽ അടക്കം ഇസ്രയേലിൽ നിന്ന് വരെ അഭിപ്രായങ്ങൾ വരുന്നത് ഇറാൻ ഈ യുദ്ധത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി കാത്തിരിക്കുകയായിരുന്നു, ഈ യുദ്ധം പ്രതീക്ഷിച്ച് അതിനുവേണ്ടി ആയുധങ്ങൾ സജ്ജമാക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല, എത്രയും കാലം നീണ്ടുപോയാലും പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ തന്നെ വിലയിരുത്തുന്നത്. എന്നാൽ അതോടൊപ്പം ഹിസ്ബുള്ളയെ അവർ വളർത്തിക്കൊണ്ടുവന്നത് ഒരു കരമാർഗം ഇസ്രയേലിലേക്ക് നീക്കം നടത്താനാണ് എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളൊരു ആശങ്ക അവരുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം ഇറാനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അത് തകർത്തത് തന്നെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വലിയൊരു പദ്ധതിയായിരുന്നു. കാരണം ഹിസ്ബുള്ള മാത്രമല്ല, ഇപ്പുറത്തുനിന്ന് സിറിയയിൽ നിന്നുകൂടെ ഇങ്ങനെ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ അതിന് ഇറാന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമല്ല ഇറാനിലെ സൈനികർക്ക് തന്നെ സിറിയ വഴി ഇസ്രയേലിലേക്ക് കരമാർഗം ആക്രമണം നടത്താൻ സാധിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് സിറിയയെ ബഷാറുൽ അസദിനെ തകർക്കാൻ വേണ്ടി അമേരിക്കയും അതുപോലെ ഇസ്രയേലും പദ്ധതി ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് ബഷാറുൽ അസദിനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. ബഷാറുൽ അസദിന്റെ ഭരണകാലത്ത് തന്നെ ഇറാൻ നടത്തിയിരുന്ന സൈനിക ആക്ടിവിറ്റികളെല്ലാം, സിറിയയിൽ ഉണ്ടായിരുന്നതെല്ലാം ഇസ്രായേൽ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം അവരുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു ഭയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഫലസ്തീനികൾക്ക് ഫലസ്തീൻ വാങ്ങിക്കൊടുക്കും എന്ന് തന്നെ. എന്നാൽ ആ ഒരു നീക്കവുമായി ഇറാന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. എന്നാൽ ഒരു കാര്യം ഇറാൻ മുന്നോട്ട് വെക്കുന്നു, ഹിസ്ബുള്ളയെ തകർക്കുകയോ അവരുടെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുകയില്ല. ഒരു പൂർണ്ണമായ യുദ്ധമില്ല കരാറിലേക്ക് ഇറാനുമായി ഉണ്ടാകുന്നതോടൊപ്പം ലെബനാനിലെ ഹിസ്ബുള്ളയുമായും സമാനമായ ഒരു കരാർ വേണം എന്ന് വരുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ അടുത്ത ഭാവിക്ക് ഇതിലേറെ ദോഷം ചെയ്യും. കാരണം ഇറാൻ പൂർണ്ണമായും ഇതിലേറെ കൂടുതൽ ശക്തി ഇനിയും ഹിസ്ബുള്ളക്ക് നൽകും. നാളെ അത് ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കരാറിലേക്ക് ഇസ്രയേൽ പോകുമോ എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ പോയിട്ടില്ല എങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും കരമാർഗം അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുകയില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തീരുമാനങ്ങളും അവർക്ക് പ്രതികൂലമായിരിക്കും. യുദ്ധം അവസാനിപ്പിച്ച് ഹിസ്ബുള്ളയുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതും നാളെ അവർക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർന്നു വരുന്നു എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ യുദ്ധം തുടരെ കൊണ്ടുപോയാൽ ഇപ്പോഴുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയെ നേരിടാൻ ഇസ്രായേലിന് കഴിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. എന്തായാലും ഇറാൻ ഒരു വ്യക്തമായ സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കക്കും അതുപോലെ ഇസ്രയേലിനും ഈ ഒരു യുദ്ധത്തിൽ ഇറാന് മുന്നിൽ യുദ്ധം അവസാനിപ്പിച്ച് അടിയറ വെക്കുക എന്നതല്ലാത്ത മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയാൽ ഒരുവിധം രാഷ്ട്രങ്ങളെല്ലാം ആ ഭീഷണിക്ക് വിധേയമായി കീഴ്പ്പെടാറുണ്ടെങ്കിൽ ഇറാൻ അങ്ങനെയല്ല. ഒരു ഭീഷണി നടത്തിയാൽ രണ്ട് ഭീഷണി ട്രംപിനോട് പറയുന്നു, അല്ലെങ്കിൽ ആ ഭീഷണികളെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ 4 ആക്രമണം ഇരട്ടി നൽകുന്നതാണ് ഇതുവരെയുള്ള രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭീഷണി കൊണ്ട് ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ട്രംപിന് കഴിയില്ല, പ്രവൃത്തിയിലൂടെ മാത്രമേ കഴിയൂ. എന്നാൽ പ്രവൃത്തി പദത്തിലൂടെ അത് കാണിക്കാൻ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഈ സമയം വരെ അമേരിക്കക്കോ ട്രംപിനോ ഇസ്രയേലിനോ സാധിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. നിങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ തിരക്കുകൾ
കുട്ടികളുടെ മദ്രസ പഠനത്തിന് തടസ്സമാകുന്നു എന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ത്വയ്ബ അക്കാദമി. ഇതിലൂടെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ഓൺലൈൻ വഴി മദ്രസ പഠനം ഉറപ്പുവരുത്താം. ഇനി ക്ലാസ് എങ്ങനെയായിരിക്കുമെന്നത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ്സിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.